ഹെയർ കേൾ ചെയ്യുന്നത് ബിഗിനേഴ്സിന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹെയർ കേൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പാർട്ടീഷൻ എങ്ങനെയാണോ അത് നിങ്ങൾ ഹെയർ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചുമ്മാ സെൻട്രൽ പാർട്ടീഷനാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിന് നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ടാണ് നമ്മളിതിനെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു ഭംഗി വരുള്ളൂ. ഈ സൈഡിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ സൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിന് ഇങ്ങോട്ടേക്കും ഈ സൈഡിന് ഇങ്ങോട്ടേക്കും ഉള്ള ഡിറക്ഷനിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കണം. അപ്പം ആദ്യം തന്നെ ഹെയർ കേൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഹെയർ കളർ ഉണ്ടാവും. പീപ്പിൾ ഹാവ് സ്ട്രെയിറ്റ്നേഴ്സ് ഓൾസോ. അപ്പോൾ സ്ട്രെയിറ്റ്നർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇപ്പോൾ കളർ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഹെയർ കേൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ ക്ലാമ്പുള്ള ഹെയർ കളറാണ്. എപ്പോഴും നമ്മൾ ഹെയർ കേൾ ചെയ്യുമ്പം ഈ ക്ലാമ്പ് നമ്മുടെ നേരെ ആയിരിക്കണം. ഓക്കെ, ഞാൻ എൻ്റെ മുടിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ ഇത്ര മുടി എടുത്തു. അപ്പം ഈ മുടി ഞാൻ കളർ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ മുടി നന്നായിട്ട് കോംബ് ചെയ്തിട്ട് എഗെയിൻ നമ്മുടെ ഫേസ് ചെയ്ത് നമ്മുടെ ക്ലാമ്പ് വേണം. ക്ലാമ്പ് നമ്മൾ പുറത്തോട്ട് അകത്തോട്ടല്ല പുറത്തോട്ട് വരുന്ന രീതിയിൽ ഞാൻ ഈ ക്ലാമ്പ് ഈ മുടിയുടെ ഇവിടെ വെച്ച് ക്ലാമ്പ് ചെയ്തു. ഇനി ഈ മുടി എങ്ങോട്ടാണ് കിടക്കുന്നത്? താഴത്തോട്ട്. അപ്പം നമ്മൾ താഴോട്ട് കേൾ ചെയ്യണം. അപ്പം റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ മുടി കറങ്ങി നമ്മൾ പിടിച്ച മുടിയുടെ താഴേട്ട് വേണം ഇത് കറങ്ങി വരാനായിട്ട്. കറങ്ങി ഒരു വശം കറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാമ്പില്ലേ, നമ്മുടെ ഈ ക്ലാമ്പ് അത് ഇച്ചിരി ഒന്ന് നമ്മുടെ ഈ ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് ഇച്ചിരി ലൂസാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഇച്ചിരി ലൂസാക്കി അപ്പോൾ ആ പയ്യെ ബാക്കിയുള്ള മുടി അതിൻ്റെ അടുത്തിട്ട് കയറാൻ തുടങ്ങും. അങ്ങനെ കയറി മൊത്തം മുടി കയറി. എന്നിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേൾ ക്ലാമ്പ് ഇവിടെ കാണുന്നില്ലല്ലോ. ക്ലാമ്പ് നമ്മൾ വിട്ട് കഴിയുമ്പോൾ മുടി കേളായി വരും. മനസ്സിലായോ? നമ്മൾ മുടി എടുക്കുന്നു, ക്ലാമ്പ് പുറത്തോട്ട് വയ്ക്കുന്നു, ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു, നമ്മുടെ മുടിയുടെ പകുതിക്കും മുകളിലായിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു. മുടി കിടക്കുന്നത് താഴത്തോട്ടാണ്. നമ്മൾ ഓപ്പോസിറ്റ് വളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളയില്ല. കാരണം ഇവിടെ ഈ ക്ലാമ്പിന്റെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വളയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? ക്ലാമ്പിന്റെ മാർക്ക് വരും. അങ്ങനെ വളയ്ക്കാതെ ക്ലാമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മുടി എങ്ങോട്ടാണ് കിടക്കുന്നത്? മുടി ഇപ്പൊ താഴത്തോട്ട് കിടക്കണേ. അപ്പൊ താഴോട്ട് കറക്കുക. കറക്കി ഇച്ചിരി ക്ലാമ്പ് വെച്ച് ഇച്ചിരി ക്ലാമ്പ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്ലോലി പ്രസ് ചെയ്ത് നമ്മൾ മുടി മുഴുവൻ ഇതിലേക്ക് കറക്കി വിടണം. ഞാനിങ്ങനെ പയ്യെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ വെക്കുക. അങ്ങനെ കറങ്ങി മൊത്തം മുടിയും അതിൻ്റെ അകത്ത് കയറും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ സാധനം ഇതിനകത്ത് കറങ്ങി ടൈറ്റായിട്ട് ഇരുന്ന് ഒരു 10-15 സെക്കൻഡ്സ്. ഭയങ്കര തിൻ ആൻഡ് ബ്രിട്ടിൽ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നേരം പിടിച്ചോണ്ട് ഞാൻ കത്തിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു 10-15 സെക്കൻഡ്സ് പിടിച്ച്, നല്ല സ്ട്രോങ് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം പിടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. ഹീറ്റ് പ്രൊട്ടക്റ്റീവ് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വിടണം. ഇങ്ങനെ കിടക്കും. ഞാനിത് ഓൺ ആക്കിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാണ്. അപ്പം നമ്മുടെ ഫേസിൽ നിന്ന് പുറത്തോട്ടേക്കായിരിക്കും എല്ലാ കേളും വരുന്നത്. ഇപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ സെയിം ഐഡിയ. നമ്മൾ മുടിയെടുക്കുന്നു, എന്ത് ചെയ്യുന്നു? ക്ലാമ്പ് പുറത്ത് വയ്ക്കുന്നു, മുടിയെടുക്കുന്നു. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര തിക്കായിട്ട് ഒറ്റയടിക്ക് പരിപാടി തീർത്തേക്കാന്ന് ഓർത്ത് മൊത്തം കൂടെ എടുക്കരുത്. പകരം നമ്മൾ ചെറിയ സെക്ഷൻ എടുക്കുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പക്ഷേ എൻഡ് റിസൾട്ട്സ് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാമ്പ് ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ മുടി ക്ലാമ്പ് ചെയ്തു. ക്ലാമ്പ് എവിടെയാ? മുടിയുടെ ഫ്രണ്ടിൽ ക്ലാമ്പ് ചെയ്തു. മുടിയുടെ ഒരു പകുതിക്ക് മുകളിൽ വെച്ച് ഞാൻ ക്ലാമ്പ് ചെയ്തു. മുടി കിടക്കുന്നത് എങ്ങോട്ടാ? ഇങ്ങോട്ടേക്ക് അല്ലേ? മുടി വിട്ട് കഴിയുമ്പോൾ എങ്ങോട്ട് പോണേ? അങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്കാണോ കിടക്കണേ? അല്ല, അങ്ങോട്ടേക്കാണ് കിടക്കണേ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കറക്കും. അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയി ഗൈസ്. അങ്ങോട്ടേക്ക് എനിക്ക് ഈ കണ്ണാടി നോക്കിയിട്ട് ചെയ്യുന്നുണ്ടേ
ഓക്കെ, ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ മുടി കിടക്കുന്നത് ഇങ്ങോട്ടേക്ക് കറക്കുമ്പം മുടി നമ്മുടെ ബാരലിലേക്ക് കറങ്ങി കയറും. അപ്പം ഞാനിങ്ങനെ ഞെക്കി എന്ത് പറ്റുന്നു, മുടി മൊത്തം എടുത്ത് വയ്ക്കുന്നു, കറങ്ങി ബാരലിലേക്ക് കയറുന്നു. 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, വിടുന്നത് എങ്ങനെയാ? ബാരൽ തുറക്കുമ്പോൾ മുടി അഴിഞ്ഞു വീഴും. അങ്ങനെ വിടുന്നു, കറങ്ങി മുടി കിടക്കുന്നു. ഈസി അല്ലേ? മനസ്സിലായല്ലോ? എഗെയിൻ നമ്മൾ മുടി എടുക്കുന്നു, ക്ലാമ്പ് എങ്ങോടാ? പുറത്തോട്ട്. ക്ലാമ്പ് മുടിയുടെ ഫ്രണ്ടിൽ വരണം. ക്ലാമ്പ് എടുക്കുന്നു, മുടി ഇപ്പൊ ഇങ്ങോട്ടേക്കാ പോകേണ്ടത്. അപ്പൊ ഇങ്ങോട്ടേക്ക് കറക്കി വരുന്നു, വിടുന്നു. കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുടി ആദ്യം പിടിച്ചില്ലേ, നമ്മുടെ മുടിയുടെ ഈ സെക്ഷൻ നമ്മളിവിടെ പിടിക്കുന്നല്ലോ, ആദ്യം നമ്മൾ പിടിക്കുന്നതിന്റെ താഴോട്ട് വേണം മുടി കറങ്ങി വരാൻ, അല്ലാതെ മുകളിലോട്ട് കറങ്ങി പോകരുത്. അപ്പോൾ ആ പെർഫെക്ഷൻ വരില്ല. ഞാനിപ്പോ ഇങ്ങനെ കറക്കുമ്പം മുടി ഒരിക്കലും മുകളിലേക്ക് വരില്ല. ഒരു ഡിറക്ഷനിലേക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മുകളിലേക്ക് മുടി വരില്ല, താഴേക്ക് വരുള്ളൂ. അതുപോലെ നിങ്ങൾ തിരിച്ചാ കറക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞ ഡിറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ കറക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ മുടി കേൾ ചെയ്യുമ്പം മിസ്റ്റേക്ക് പറ്റുന്നവർക്ക് അറിയാം. അതിൻ്റെ ക്ലാമ്പിന്റെ മാർക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വര പോലെ ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് മുടി വളയണ്ടേ ആ ദിശയിലേക്ക് പകരം ഓപ്പോസിറ്റ് പോകുമ്പോൾ ആ മാർക്ക് വരും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും മുടി എങ്ങോട്ടാണോ കിടക്കുന്നത്, സോറി ഞാൻ പിടിച്ചു തെറ്റിപ്പോയി, മുടി എങ്ങോട്ടേക്കാണ്, മുടി താഴത്തോട്ടല്ലേ പോകുന്നേ, അപ്പം താഴത്തോട്ടേക്ക് കറക്കുക. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? നമുക്ക് ഓണാക്കി ചെയ്ത് നോക്കാം. ഞാനിവിടെ മുടി എടുത്തിട്ടുണ്ട്, കളറിന്റെ ഹീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മുടി നന്നായിട്ട് ചീവി കേൾ ചെയ്യാൻ പോവുകയാണ്. ക്ലാമ്പ് എവിടെ? ഫ്രണ്ടിലേക്ക് ഞാൻ ക്ലാമ്പ് വെച്ചു. ഞാൻ എങ്ങോട്ടാ തിരിക്കേണ്ടത്? ഇങ്ങോട്ട് മുടി കിടക്കുന്ന വശത്തേക്ക് വേണം തിരിക്കാനായിട്ട്. ഞാൻ ക്ലാമ്പ് ചെയ്തു. ഞാൻ ക്ലാമ്പ് മുകളിലാണ് ചെയ്യേണ്ടത്, മുകളിൽ ചെയ്തു. തിരിക്കാൻ പോവുകയാണ്. ഞാൻ ചെറുതായിട്ട് ലൂസ് ചെയ്ത് എൻ്റെ മുടി മൊത്തം കയറിയിട്ടില്ല, കുറച്ച് വാമുടിയുണ്ട്. അതിങ്ങോട്ട് ഞാനൊന്ന് കയറ്റി വിടട്ടെ. എൻ്റെ മുടി ഏകദേശം മുഴുവനായിട്ട് കയറി. ഇനി ഞാനിതൊരു 10-15 സെക്കൻഡ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഞാൻ സ്പീഡിൽ എണ്ണി. നമ്മുടെ മുടി ഞാൻ നല്ല ടൈറ്റായിട്ട് ചൂടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ വിടാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കേള് വന്നിന്ന്. ഞാൻ കേള് വിടാനായിട്ട് ഞാൻ അഗെയിൻ ക്ലാമ്പ് തുറക്കുന്നു, കേള് വിടുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗൈസ്? കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കേള് കിടക്കുന്ന കണ്ടോ? നല്ല ഭംഗിയില്ലേ നമ്മുടെ കേളിരുന്നു. ഇനി എനിക്ക് കേൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേള് വേണ്ട, സ്മൂത്ത് ആയിട്ടൊരു വേവി ആയിട്ടുള്ളത് മതിയെങ്കിൽ ഞാനിത് പയ്യെ നേരത്തെ വിടും. എന്നിട്ട് ഞാൻ വിടുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് വേവിയാവും. അല്ലെങ്കിൽ ഞാനിത് കോംബ് ചെയ്ത് വിട്ടാലും മതി, എനിക്ക് ഇച്ചിരി കൂടി അത് ലൂസിനാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഹാർഡ് സ്പ്രേ ഒക്കെ അടിക്കുവാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഒരു സെക്ഷൻ കൂടെ കാണിച്ചു തരാം. നമ്മൾ മുടി നല്ലപോലെ ഞാനിങ്ങനെ, എൻ്റെ മുടി അത്യാവശ്യം സ്മൂത്താണ്. നമ്മൾ ഇച്ചിരി അധികം സ്ട്രെയിറ്റ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യേണ്ടയോ ഒന്നും കാര്യമില്ലാത്തൊരു ഹെയർ ആണ് എൻ്റെ. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തതാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ആക്കിയിട്ടില്ല മുടി. എൻ്റെ മുടി അത്യാവശ്യം നേരെയുള്ള മുടിയാണ്. നിങ്ങളുടെ മുടി കേളി ആണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുള്ളൂ. അഗെയിൻ ക്ലാമ്പ് ഔട്ട്സൈഡ്, മുടി എടുത്തു, ക്ലാമ്പ് ഞാൻ ഏകദേശം മുടി വെച്ച് പിടിച്ചു, മുടി കിടക്കുന്നത് ഇങ്ങോട്ട്. അപ്പം ഞാൻ തിരിക്കാൻ പോവുകയാണ് ഗൈസ്. തിരിച്ചു,
ഞാൻ ജ്യൂസാക്കി കൊടുത്തില്ല. ജ്യൂസാക്കി കൊടുക്കട്ടെ. ഇപ്പം കണ്ടില്ല, ഞാൻ ആ പിടിച്ചതിൻ്റെ താഴെയാണ്. ഞെക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഒറ്റ തുറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടി ഇരിക്കത്തില്ല. പയ്യെ സ്ലോലി നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം ചാടിപ്പോവും. വിലപ്പെട്ട എന്തോ ചാടിപ്പോവും. ആ വിലപ്പെട്ട സാധനം ചാടിപ്പോരുത്. പക്ഷെ എന്നാൽ ലൂസാക്കുകയും വേണം. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം നമ്മൾ തുറക്കാനായിട്ട്. അപ്പം ഞാൻ പിന്നെ ബോളിൽ ഇച്ചിരിയുടെ അഴിഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരിയുടെ കയറ്റി പിടിച്ചു. എഗെയിൻ 10-15 സെക്കൻഡ്സ് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എന്നാലാണ് എനിക്ക് നല്ല കേളായിട്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലത്തേക്ക് വെതറിൽ വെച്ച് നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള വെതറാണ്. അപ്പം മുടിയൊന്നും ഒരുപാട് നേരം നമ്മൾ നല്ലതായിട്ട് ഹീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇരിക്കത്തില്ല. അപ്പം നല്ല ഹീറ്റ് കൊടുത്താലേ നാട്ടിലിരിക്കുള്ളൂ. അപ്പം ഞാൻ വിടാൻ പോവുകയാണ് ഗൈസ്. തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി ഗൈസ്? എനിക്ക് കേള് കിട്ടി. കണ്ടോ, കേള് കിട്ടി. അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് മുടി മൊത്തം കേളി ചെയ്തെടുക്കാം. ഓക്കെ, വെച്ചു, കറക്കി, ഞാൻ പയ്യെ ഞെക്കി തുറക്കുന്നു. തുറന്ന് ഞാൻ എൻ്റെ മുടി മൊത്തം അതിലേക്ക് കയറ്റി ഞാനിങ്ങനെ വെച്ചു. 15 സെക്കൻഡ് നിന്നു. അത് കഴിഞ്ഞിട്ട് 15 സെക്കൻഡ് ആയിട്ടില്ല. 15 സെക്കൻഡ് ആയതായിട്ട് ഏകദേശം എനിക്ക് തോന്നണം. നമ്മൾ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഹീറ്റ് കൊടുത്താലേ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. തുറന്നു, മുടി കേളായി കിട്ടി. അങ്ങനെ നമ്മൾ ഇനി ഹെയർ കേൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഓ ഇത്ര ഉണ്ടായിരുന്നു ഈ പരിപാടി, ഇതിനാണോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടെ എന്ന് നിങ്ങൾ ആലോചിക്കും. എപ്പോഴും മുടി കേൾ ചെയ്യുമ്പം സെക്ഷനൊക്കെ നല്ലപോലെ ക്ലീനാക്കി ചീവിയൊക്കെ വേണം ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മുടെ മുടി എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഇടയ്ക്കൊക്കെ വേറെ മുടി കയറി വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. നമ്മളെപ്പോഴും മുടി എപ്പോഴും ക്ലീനായിരിക്കണം. പിടിച്ചു. ഇപ്പുറത്തെ സൈഡ് കണ്ടു. ഇപ്പുറത്തെ സൈഡ് ഞാൻ 3 സെക്ഷൻ കേൾ ചെയ്തു. ഇത് 3 നന്നായിട്ട് കേളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സെക്ഷൻ്റെ കേൾ ചെയ്യാം. ഞാൻ അഗെയിൻ 10 സെക്കൻഡ് നിന്നു, തുറന്നു, കേളായിട്ടുണ്ട്. ഞാൻ അടുത്ത സെക്ഷൻ എടുത്തു. ഞാനിപ്പോൾ ആദ്യം കേൾ ചെയ്ത സെക്ഷൻ ഞാൻ അതിൻ്റെ അടുത്തിട്ട് ചീവി ഞാൻ നിവർത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നേരെ അത് ഞാൻ പല സൈഡിൽ നിന്നുള്ള ഹെയർ മിക്സ് ആയി പോയായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അത് നിവർത്തിയിട്ട് ഞാൻ പിന്നെയും കേളിയതാണ്. എഗെയിൻ നമ്മൾ ക്ലാമ്പ് പുറത്ത് വെച്ചു. എനിക്ക് എപ്പോഴും മാറിപ്പോവും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ കണ്ണാടി നമുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ക്ലാമ്പ് മാറിപ്പോവും. അപ്പം ക്ലാമ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അറിയാം നമ്മൾ തെറ്റായിട്ട് ചെയ്ത് വരുള്ളൂ. അപ്പോൾ തെറ്റായിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി മൊത്തം ചെയ്യുന്നത്. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല ഗോപു. സോ നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബാക്ക് സൈഡ് ഞാനിപ്പോൾ ചുമ്മാ കെട്ടി വെച്ചേക്കുവാണ്. പക്ഷേ എൻ്റെ ടോപ്പ് സൈഡ് ബാക്ക് സൈഡ് ഞാൻ ചെയ്തോളൂ. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടാലേ ബൈ പൊള്ളും.